പടം വേറെ ലെവൽ ലോക കണ്ടതിന് ശേഷം ഒരു നമ്മളൊരു സൂപ്പർ ഹിറ്റ് മൂവി കണ്ടത് ഇതാണ്. കാരണം അത്രയും എൻഗേജിലാണ് നമ്മൾ മൂവി. നമ്മൾ ചില മൂവിയിൽ ചിലപ്പോൾ ലാഗ് ഉണ്ടാവും, പുറത്ത് വരും എല്ലാം, പക്ഷെ ഇതിലാവുന്നില്ല. ഒരു പക്ക റിയലിസ്റ്റിക് മൂവി, സൂപ്പർ. ഫൈറ്റാണ് മെയിൻ എടുത്തു പറയുന്നത്, ഫൈറ്റാണ് ഇതിലെ മെയിൻ. പിന്നെന്ന് പറഞ്ഞാൽ ഇതില് റിയലിസ്റ്റിക് സ്റ്റോറിയാണ്. ബോർഡറുകളിലുള്ള ഓരോ ഒരു ജനങ്ങളെ വെച്ച് ജനങ്ങളുടെ ജീവിതമാണ് യഥാർത്ഥം എടുത്ത് കാണിച്ചത്. എല്ലാം കൊണ്ടും നല്ല അടിപൊളി മൂവിയാണ്, ഒരു രക്ഷയില്ല. ഇത് നാടൻ ഫൈറ്റാണ്. മൊത്തത്തിൽ ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ നല്ലൊരു ആക്ഷൻ ത്രില്ലറാണ്. നല്ല മൂവിയാണ്, നൈസാണ്. പിന്നെ കുട്ടികളായിട്ട് നല്ല ഫീഡ്ബാക്ക് വരുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും ഒരു ടീം എഫേർട്ടിന് താങ്ക് യു. പ്രേക്ഷകരുടെ കൂടെ പടം കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ വളരെ സന്തോഷം, ഭയങ്കര സന്തോഷം. ഇതിനു വേണ്ടിയാണ് ഇത്രയും കാലം 1 ഇയറിന്റെ ഹാർഡ് വർക്കാണിത്. തീർച്ചയായിട്ടും ബാബ സാറ് ഇത്ര എക്സ്പീരിയൻസ്ഡ് ആൾക്കാരും എല്ലാവരും എല്ലാവരും എങ്ങനെയാണ് ഷൈനുമായിട്ടുള്ള ഒരു കോംബോ ആയിട്ടുള്ളത്? അതായത് ഷൈൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ പല രീതിയിൽ കണ്ട്, ആക്ഷൻ ആയിട്ട് കണ്ടിട്ട്, റൊമാൻസ് ആയിട്ട് കണ്ടിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കഥാപാത്രത്തിൽ ഷൈൻ എങ്ങനെയാണ് മനസ്സിലുള്ളത്? അല്ല, ഷൈൻ ഈ സ്ക്രിപ്റ്റിൽ എത്രത്തോളം വിശ്വസിച്ചു, എത്രത്തോളം എഫേർട്ട് എടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉദയനുള്ള ക്യാരക്ടറായിട്ട് കാണുന്നത്. നമ്മൾ എന്തൊക്കെയായാലും ഒരു ആർട്ടിസ്റ്റ് അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റ് തിരിച്ചു തരുന്നത് അതിന്റെ പല മടങ്ങ് എന്നതിന്റെ ഉദാഹരണമാണ് ഇതിലെ ക്യാരക്ടർ. അപ്പോൾ ഷെയ്ൻ ഈ ക്യാരക്ടർ അത് സിനിമ തുറന്നതിന് മുമ്പും ഇന്നും മലയാളിയും എനിക്കറിയാം. ഷെയ്നൊരു ഷെയ്ൻ ഇത് നോ പറഞ്ഞ ഈ പ്രോജക്റ്റ് അല്ല. ഷെയ്നാണ് ഇതിന്റെ ഒരു ഷെയ്നാണ് ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. സാൻഡി ചേട്ടൻ നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. டூவாண்டை தான் இருக்கும். 4 பசங்களுக்கும் ஆப்போசிட் கேங்க்கு டூவாண்டை. ஸோ அது அவங்களோட ஸ்டைலில் ஃபுல்லாக நிறைய இந்த மாதிரி ஒரு ஃபைட் ரியல் லைஃப்ல பண்ண முடியுமா? ரியல் லைஃப்பில் சினிமா எடுக்கிறது சினிமா, ரியல் லைஃப்பில் பண்ண முடியாது. நீங்கள் வேற என்ன படம் பண்ணிட்டு இருக்கீங்க? இப்போ பள்ளிச்சட்டமே போயிட்டு இருக்கு, களம் காவல் ரிலீஸ் போயிட்டு இருக்கு. ஸோ அப்படியே பேக் டு பேக் ப்ராசஸ் பண்ணுறோம். படத்தோட ஸ்டண்டெல்லாம் எப்படி இருக்கு? கோடிங்கோட பார்த்துட்டு சூப்பராக பண்ணியிருக்காங்க, நல்லா இருக்கு. பேக்ரவுண்ட் பிஜிஎம் நல்லா இருக்கு, ரொம்ப எஃபர்ட் எடுத்துருக்கீங்க, அந்த மாதிரி தெரியுது. ஆமாம் ஆமாம், படம் நிறைய ஆக்ஷன் பேக் பண்ணியிருக்காங்க, சூப்பராக இருக்கு. கண்டிப்பாக பார்க்கலாம். ஷைனோட ஃபைட்டிங் எப்படி இருக்கு? நல்ல எக்ஸ்பீரியன்ஸு, நல்லா ஆக்ட் பண்ணுறாரு சார். நான் இப்போ தான் ஃபஸ்ட் டைம் ஒர்க் பண்ணியிருக்கேன், நல்லா ஒர்க் பண்ணுறேன். ஓகேங்களா, தேங்க்யூ. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയണത് ബാക്കി 2 പേരുണ്ട്, അത് 4 പേരുടെ കഥയാണ്. 4 പേരിൽ 2 പേര്, ബാക്കി 2 പേര് അക്യുറേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പേരെനിക്കറിയില്ല, എന്നാലും രമേഷും പിന്നെ രണ്ടാമത്തെ ഒരാളും മണി, അവർ 2 അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പൂർണ്ണിമ ഫസ്റ്റ് ഹാഫ് അത്ര ഇതായിട്ട് തോന്നിയില്ല, സെക്കൻഡ് ഹാഫ് നമുക്ക് പൂർണ്ണിമയ്ക്ക് നല്ലൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ പടം അടിപൊളിയാണ്. ഫൈറ്റ് അതായത് പക്ക വയലൻസ് ആണ് പടം. അപ്പോൾ നല്ല രീതിയിൽ വയലൻസ് ഇഷ്ടപ്പെടുന്നവർ ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ മലയാളി മങ്കീസിന്റെ ഒരു സാധനമൊക്കെ സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. മ്യൂസിക് ഒന്നും പറയാനില്ല, ഫൈറ്റിനനുസരിച്ചുള്ള മ്യൂസിക് ഇട്ടുണ്ട്. പിന്നെ വയലൻസ് ആണ്, വയലൻസ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഓഡിഷനൊക്കെ തപ്പി നടക്കുമായിരുന്നു. കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഓഡിഷൻ വന്നു. അപ്പം 4 പേരിലെ ഒരാളാണെന്ന് ഭാഗ്യം. ഈ ആക്ഷനൊക്കെ എങ്ങനെ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു? പിന്നെ നല്ല ട്രെയിനിങ്. എത്ര ആളുണ്ടായിരുന്നു? ഒരു മാസത്തോളം കണ്ട് കമ്പനി ട്രെയിനിങ് അല്ലാതെ ഒരു പകുതി മാസം. ക്യാമറ ആയിട്ടെടുക്കും. എല്ലാരും
ശൈലിക ആർക്കാട്ടിക്കാണ് അടുത്ത മോഡലിലെ ശൈലിക പടം ഉപകരണം ഒന്ന് മാറി കൊടുത്തേ കുറച്ച് മാറി കൊടുക്കും എന്താണ് പറയുന്നത്? അവര് ടൈമായി ഫ്ലൈറ്റ് ഞാൻ ഒന്ന് പറഞ്ഞു മിസ്സായി പണി ഞാൻ പറയാം ഇതിൽ വരുന്നുണ്ടോ? ഓക്കെ ബൈ 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 ഷായ്ബോ ഓക്കെ സൈഡുണ്ട്. ഡ്രൈവറല്ല നീയാണോ? വിട്ടോ വിട്ടോ റെഡി நான் வரேன் அபை அபை பாய்டா பாய் 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 ராஜேஷ் ப்ரோ பாய் பாய் நான் கூப்பிடுறேன் அபை போயிட்டாடி போயிட்டு அம்மா ஜெயிச்சிரும் ചന്ദ്രനോ കേരളത്തിൽ എപ്പോ തിരിഞ്ഞു വരുവീങ്ക? അടുത്ത ആഴ്ച ഉറപ്പായിട്ടും ഇപ്പൊ ദുബായ് പ്രൊമോഷൻ കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച ഇപ്പൊ ദുബായ് പോയാ? ദുബായ് നാളെ പോകും ടീമായിട്ട് പ്രൊമോഷൻ படம் சூப்பரா இருக்கு. தேங்க்யூ உங்க லுக் வேற மாதிரி போலி. உறப்பாட்டி சப்போர்ட் ஓகே தேங்க்யூ 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 എല്ലാരും വൈഡാവണം എല്ലാരും
ഷൈനിന്റെ ഒരു കമ്പാക്ക് ആയിട്ട് എന്തായാലും പറഞ്ഞു ഇതുവരെ വെയിറ്റ് ഇങ്ങനെ ഷൈനെ കാണാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റ് ചെയ്ത മിക്ക പ്രശ്നമുണ്ടാവും. ഗംഭീരമായിട്ടുണ്ട്. ആ എഫേർട്ട് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇത് കാണാനുള്ള പ്രശ്നോട് എന്താണ് പറയാനുള്ളത്? കാണാനുള്ള പ്രശ്നോട് കണ്ടു നോക്ക്. എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങനത്തെ ഫൈറ്റ് സീൻസിലൊക്കെ വേണ്ടി എഫേർട്ട് ഉണ്ടല്ലോ ഫൈറ്റ് കമ്പടിക്കായിട്ട് നമ്മളുടെ ജോലിയുടെ ഭാഗം നിങ്ങൾ കാണുക, കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ താങ്ക് യു. താങ്ക് യു മനെ എടുത്തോ ഓക്കെ മനെ എല്ലാവരും എടുത്തേ പോട്ടെ എടുക്കാനുണ്ടോ?